നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യായാമം ചെയ്യുമ്പോൾ കണ്ണിന് മാത്രം വ്യായാമം ചെയ്യുന്നില്ല. കണ്ണുകൾക്ക് വ്യായാമം ചെയ്തെങ്കിൽ നമ്മളുടെ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും. ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ കണ്ണുകൾക്ക് കൂടുതൽ കാഴ്ചകൾ ലഭിക്കുന്നു. കണ്ണുകളുടെ പ്രഷർ നോർമലാകുന്നു. കണ്ണുകൾ ആരോഗ്യമുള്ളതായിത്തീരുന്നു. ഇന്ന് ഞാൻ 3 വ്യായാമങ്ങളാണ് നേത്ര യോഗയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഡെമോ ചെയ്യുന്നത്. കണ്ണ് മനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പഴമക്കാർ പറയുന്നത്. കണ്ണ് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ കഥകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ണിലൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇന്ന് കണ്ണിന് കാഴ്ചയില്ലാത്തവര് പവർ കുറയുന്ന വ്യായാമങ്ങളിലൂടെ നമുക്ക് കണ്ണിനെ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഏത് പ്രായക്കാർക്കും കണ്ണിന്റെ വ്യായാമങ്ങൾ അഭ്യസിക്കാൻ കഴിയും. ഒരു ചെയറിൽ നിവർന്നിരിക്കുക. ആദ്യത്തെ എക്സസൈസ്, ഒരു ചെയർ എടുത്ത് നിവർന്ന് ചെയറിൽ അമർന്നിരിക്കുക. ചെറുപുഞ്ചിരിയോടെ നമുക്ക് വ്യായാമ മുറകൾ ആരംഭിക്കാം. ദൂരേക്ക് കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുക. നമുക്ക് നോക്കാം. ഐബോൺ അനങ്ങാൻ പാടില്ല. 10 സെക്കൻഡ് ചെറുപുഞ്ചിരി മുഖത്ത് വരട്ടെ. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഇമ വെട്ടാതെ കണ്ണുകൾ ദൂരങ്ങളിലേക്ക് നിവർത്തി ദൂരെ നോക്കുക. 10 സെക്കൻഡ് കഴിയുമ്പോൾ പതിയെ അതിൻ്റെ ദീർഘദൂരം കുറച്ച് മങ്ങി പുറകോട്ട് വരിക. ഇങ്ങനെ ഒരു 5 റൗണ്ട് ചെയ്യുക. ദിവസവും 5 റൗണ്ട് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് കണ്ണുകൾ ചിമ്മി ഒരു 10 ടൈംസ് ചിമ്മി തുറക്കുക. ഇങ്ങനെ ഈ വ്യായാമം ചെയ്യുക. റിലാക്സിങ് ടൈം കണ്ണുകൾ ചിമ്മുക. ഇങ്ങനെ ഒരു 10 ടൈംസ് ചിമ്മുക. 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ഈ സമയത്ത് കണ്ണിന്റെ ഉള്ളിലൊക്കെ നമുക്ക് നീർച്ച പോലെ ഒരു അസ്വസ്ഥത, കടച്ചൽ ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടും. അത് എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് ചെയ്തെങ്കിൽ നമ്മൾക്ക് കണ്ണിന്റെ ഭാഗത്തുള്ള ഞരമ്പുകളെല്ലാം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു. കണ്ണിന് നല്ല പവർ കിട്ടുന്നു. അങ്ങനെ കണ്ണിന്റെ കാഴ്ച നല്ല രീതിയിൽ സുഗമമായി നടത്തിപ്പിന് വ്യായാമം അത്യാവശ്യമാണ്. രണ്ടാമത്തെ എക്സസൈസ്, കണ്ണിന്റെ ഐബോൺ 2 സൈഡിലോട്ടും നോക്കാം. അട്ടല് നിവർന്നിരുന്ന് ആദ്യമേ ഇടത്ത് സൈഡിലേക്ക് കൊണ്ടുവരും. ഐബോൺ റൈറ്റ് സൈഡ്. 2 2 സൈഡിലോട്ടും. 3 4 5 6 7 8 9 10. ഇങ്ങനെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണമണി കണ്ണിന്റെ കോൺ ഭാഗത്തേക്ക് കൃഷ്ണമണിയെ നമ്മൾ കൊണ്ടുവരുന്നു. ഇതൊരു 5 റൗണ്ട് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ ഇതുപോലെ ചിമ്മി നമുക്ക് കണ്ണിനെ റെസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞത് കണ്ണിന്റെ കൃഷ്ണമണി നല്ലോണം റൗണ്ട് ആക്കുക. ലെഫ്റ്റ് സൈഡ് 5 റൗണ്ട്, റൈറ്റ് സൈഡ് 5 റൗണ്ട്.
5 റൗണ്ട് ഇടത്ത് ഭാഗത്തേക്കും 5 റൗണ്ട് വലത്ത് ഭാഗത്തേക്കും നമുക്ക് ചെയ്യാം. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5. നേരെ ഓപ്പോസിറ്റ്. 1 2 3 4 5. ഇതും 5 റൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇളം പുഞ്ചിരിയോടെ നട്ടല് നിവർന്ന് സിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ണിൻ്റെ എക്സസൈസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ നേത്ര യോഗ നമ്മൾ ദിവസവും ചെയ്യണം. കണ്ണിന് പവറായി നമ്മുടെ കണ്ണിൻ്റെ രക്തയോട്ടം, കണ്ണിന് പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് ഈ നേത്രയോഗയിലൂടെ നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും ധാരാളമായിട്ട്. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. താങ്ക് യു. ചെയ്യണം. അതിന് ശേഷം ഇരു കൈകളും നല്ലവണ്ണം ഉരസണം. ഈ കൈപ്പത്തിയുടെ കൈ ആയിരിക്കും ഉരസലുക. നല്ലവണ്ണം കൈ ചൂടാക്കുന്നതോളം ഉരസി കണ്ണുകൾ അടച്ച് കൺപോളകളുടെ മുകളിൽ വെക്കുക. ഇങ്ങനെ കപ്പ് ഷേപ്പിൽ വെക്കണം. കണ്ണുകൾ അടച്ച് കപ്പ് ഷേപ്പിൽ കൈകൾ വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം മുകളിലോട്ട് കൈകൾ വന്ന് ഇങ്ങനെ തൂത്ത് ഇവിടം വരെ കൊണ്ടുവരിക. രണ്ടാമത് വീണ്ടും നല്ലവണ്ണം കൈകൾ ഉരസി ചൂടാകും കഴിയുമ്പോൾ കപ്പ് ഷേപ്പിൽ കൈകൾ പിടിക്കുക. ഐബോണിന്റെ മുകളിൽ വെക്കുക. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് നല്ലവണ്ണം മുകളിൽ മസാജ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. മൂന്നാമത്തെ പ്രാവശ്യം കൈകൾ താഴ്ത്തി വെച്ച് കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക. ദൂരേക്ക് നോക്കുക. ഇപ്പൊ നമ്മുടെ കണ്ണുകൾക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു ഫ്രഷ്നെസ് ആണ്. നല്ലൊരു ഉണർവ് കിട്ടിയവരെ മുഖമൊക്കെ നല്ലൊരു പ്രകാശം തരുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. കണ്ണുകൾ ബ്ലഡ് സർക്കുലേഷൻ, കണ്ണിന്റെ ഞരമ്പുകൾ, ചെറിയ ചെറിയ കണ്ണിലുള്ള ആ ഞരമ്പുകളെല്ലാം ബ്ലഡ് നല്ലവണ്ണം മൂവ് ചെയ്യാൻ കഴിയും. അതുമൂലം നമുക്ക് കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് കാഴ്ച കിട്ടും. അതുപോലെ കണ്ണിന് നല്ല അതിൻ്റെ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. കണ്ണിന് പ്രഷറുണ്ട്, ആ പ്രഷർ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇങ്ങനെ ദിവസവും നമുക്ക് ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യാം. ഈ വ്യായാമങ്ങൾ 4 ക്ലാസ്സുകളായിട്ടാണ് കണ്ണിൻ്റെ വ്യായാമങ്ങൾ എടുക്കുന്നത്. ആദ്യത്തെ ദിവസമാണിത് കണ്ണിൻ്റെ വ്യായാമം. താങ്ക് യു.